ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഞാനിന്ന് എൻ്റെ ഉച്ച വരെയുള്ളൊരു പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. പ്ലീസ് നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് ഞാൻ രാവിലെ വന്ന പാടന്നെ ചോറിന് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ചോറിന് പെട്ടെന്ന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം അതാവുമ്പോഴത്തേനും ഒരു ചായയൊക്കെ കുടിച്ച് ഒരു കട്ടനിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടെന്ന് രാവിലെ. അപ്പം കട്ടൻ കുടിച്ചു. എന്നിട്ട് ഇനി സ്നാക്സിൻ്റെ പണി നോക്കണം. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുണ്ട്. രാവിലെ ഒരു ചട്ടിപ്പത്തിരി ഒരു 30 കട്ട്ലേറ്റും ഓൾറെഡി കൊടുക്കുന്ന ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ അതാദ്യം കൊടുക്കണം. അപ്പോൾ ഞാൻ അതിനുള്ള ചിക്കനൊക്കെ ആദ്യം എന്താ പറയുക പെട്ടെന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിനും കട്ട്ലേറ്റിനായാലും ചട്ടിപ്പത്തിരിക്കായാലും ഒക്കത്തിനും ചിക്കൻ പൊരിച്ചിട്ടാട്ടോ ഞാൻ ചെയ്യാറുള്ളത്. വേറെ ഉള്ളൊരു പുഴുങ്ങിയിട്ടും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതൊന്ന് വേകുമ്പോഴത്തേന് നമുക്ക് നാസ്ത കഴിക്കാം. എനിക്കും മോനക്കും കൂടി എടുത്തതാണ്. ഞാൻ പിന്നെ എപ്പോഴും ചായ കുടിക്കുന്ന സമയമാണെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിലാണ് എടുക്കാറ്. പക്ഷേ വീഡിയോക്ക് ഒരു രസം കിട്ടാനൊക്കെ കുപ്പി ഗ്ലാസ് യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇപ്പം എനിക്കതാണ് കുറച്ചും കൂടി കംഫർട്ട്. അപ്പം ഞാനിതാ ചായക്കുടിയൊക്കെ കഴിഞ്ഞു. ദോശയായിരുന്നു, കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഇനി പെട്ടെന്ന് തന്നെ ഇതെല്ലാം സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. ഉള്ളി ഞാൻ പറഞ്ഞല്ലോ തലേന്ന് ഞാൻ സെറ്റാക്കി വെക്കാറുണ്ട്. ഈ ഒരു പാത്രം കേട്ടോ എൻ്റെ ഇതിനുള്ള ഒരളവ് പാത്രം. ഇതിൻ്റെ ഈ ഒരു മഞ്ഞ പാത്രത്തിൻ്റെ ഒരു പാത്രമാണ് ഒരു ചട്ടിപ്പത്തിരിക്ക്. അപ്പോൾ ഇതാ ചിക്കൻ എവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 പാട്ട ഉള്ളിയാട്ടോ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 4 പാട്ട ഉള്ളിയാകുമ്പോൾ പൊതുവേ മൊത്തമായിട്ട് നല്ല കവർ ചെയ്തു. എന്നാലും കുഴപ്പമില്ല. എന്താ പറയുക, നമ്മൾ വാട്ടി വരുമ്പോൾ അതൊന്ന് ഇതായി വരും കേട്ടോ. അപ്പോൾ പിന്നെ അതിലേക്ക് വെളുത്തുള്ളി മല്ലിച്ചപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അഥവാ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് വാടട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് ബോട്ടിയാണ് ഉച്ചയ്ക്ക് വെക്കാൻ വിചാരിച്ചത്. അപ്പോഴാണ് പണി കിട്ടിയത്. ഞാൻ ഇത് വെള്ളത്തിലിടാൻ മറന്നുപോയി രാവിലെ എണീച്ചപ്പോൾ. കുഴപ്പമില്ല. അതാവുമ്പോഴത്തേക്ക് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ സാധനത്തിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സാധനത്തിന് ഷോപ്പിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയി തരലാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ പോയി വാങ്ങും ചെയ്യും. അപ്പോൾ ചിക്കൻ മസാല, കുരുമുളക് പൊടി, മൈദ, മുട്ട, പിന്നെ ഓയിലിൻ്റെ പെട്ടി, ഇവയൊക്കെ ഒന്നായിട്ട് കുറച്ചൊരു അത്യാവശ്യം ഉണ്ടായപ്പം അവരോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വാടി വന്നപ്പോൾ ഞാൻ കുറച്ച് ചിക്കനില്ലേ, നമ്മൾ ആ ചിക്കൻ ക്രഷ് ചെയ്തും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കണം കേട്ടോ. അതായത് കുറച്ചൊക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കണം ഉള്ളി. അപ്പോൾ ഈ ഒരു സ്പൂണുണ്ടല്ലോ, അതിന് 4 സ്പൂണാണ് ഞാൻ അതായത് ആ ഒരു മഞ്ഞപ്പാത്രത്തിലേക്ക് ഇടാറ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ 4 പാത്രം എടുത്തെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ ഇരട്ടി എടുക്കുക. കുരുമുളക് പൊടിയും അതേപോലെ ആ ഒരു മഞ്ഞപാത്രത്തിൽ 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി പിന്നെ നോർമലി കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ. ഈ മസാലയൊക്കെ നല്ലവണ്ണം വെന്ത് വരുന്ന രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ അതായത് ഈ ഒരുപാടുണ്ടാകുമ്പം അവിടെ ഇവിടെയും കട്ട കുത്തിയാണ്ട് മിൽക്കരുത്. അതിനാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഈ മസാലയൊക്കെ വേവുമ്പോഴത്തേന് ചോറൊക്കെ അവിടെ പെട്ടെന്ന് വേവുന്ന അരിയായതുകൊണ്ട് തന്നെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു ചട്ടിപ്പത്തിരി പെട്ടെന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് ഓയിലൊക്കെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടിപ്പത്തിരിയൊക്കെ ഓൾറെഡി ഞാൻ ചെയ്തതുകൊണ്ടാട്ടോ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു പത്തിരി വെച്ച് അതിലേക്ക് മസാല വെച്ച് കൊടുക്കുക. പിന്നെ അങ്ങനെ ഒരു 6 പത്തിരി ആട്ടോ ഞാൻ സെയിൽ ചെയ്യുമ്പോൾ 6 7 പത്തിരി ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. ലാസ്റ്റ് നമ്മൾ ബാക്കി വന്ന മുട്ട അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു ചട്ടിപ്പത്തിരിക്ക് ഞാൻ ഏറെ 6 അല്ലെങ്കിൽ 7, കാരണം മുട്ടേൻ്റെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പം ചെറിയ മുട്ടാവും, ചിലപ്പം വലിയ മുട്ടാവും. അപ്പോൾ അതിനനുസരിച്ച് മാറ്റിയെടുക്കും. അപ്പോൾ 6 7 മുട്ട. ഇനി ഇതൊരു ഒരു 45 മിനിറ്റ് നല്ല സിമ്മിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേന് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒരു 30 കട്ട്ലേറ്റ് ഒരു ചട്ടിപ്പത്തിരിയാണ് 8 9 ആകുമ്പോഴത്തേക്കും കൊടുക്കേണ്ടത്. അപ്പം ഇത് ഞാൻ ഓൾറെഡി തലേന്ന് നൈറ്റിൽ ഉണ്ടാക്കി വെക്കും കേട്ടോ. നല്ല കുറച്ചൊരു ഇതാക്കിയിട്ട് ഉണ്ടാക്കി വെക്കും. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു മിഷീൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ കട്ട്ലേറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട്ലേറ്റ് റെഡിയാക്കി സാധനമൊക്കെ ഇതായി വന്നപ്പോഴേക്കും ചട്ടിപ്പത്തിരി ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട്
നമുക്കൊന്നും കൂടി ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം രാവിലത്തേക്ക് കൊടുക്കാനുള്ള 30 കട്ട്ലേറ്റും പിന്നെ ഒരു ചട്ടിപ്പത്തിരിയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവരിപ്പം വരും. അപ്പോൾ അവർ വന്നിട്ട് ഒന്നൊക്കെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇക്ക കൊണ്ടുപോകാറാണ് പതിവ്. അപ്പോൾ രാവിലത്തെ ചെറിയൊരു ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ചോറിനുള്ള കറി ഉണ്ടാക്കണം. കറിക്ക് ഞാനിതാ കുക്കറിൽ നമ്മൾ ബോട്ടി ഉണ്ടല്ലോ, അത് കുറച്ചൊക്കെ തണുപ്പൊക്കെ വിട്ട് ഗുസ്തി മത്സരമൊക്കെ നടത്തി തണുപ്പൊക്കെ വിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പറ്റ മറന്നു പോകും ചിലപ്പോൾ, അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, ഞാൻ ഇതിൻ്റെയൊക്കെ റെസിപ്പി അതായത് എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ആദ്യം ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം കൈകൊണ്ട് തിരുമ്മിയെടുക്കുക. അതായത് മസാല ഇടുന്നതിൻ്റെ മുന്നേ നല്ലവണ്ണം കൈകൊണ്ടൊന്ന് തിരുമ്മിയെടുക്കുക. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ മസാല, ഞാൻ ഇപ്പോൾ നല്ലവണ്ണം തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് ഏതൊക്കെ മസാല ഇടണം, ഞാൻ പൊതുവേ 2 സ്പൂണ് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി അങ്ങനത്തെയൊക്കെ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇതാ ഒരു 6-7 വിസിൽ വെച്ചിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ബാക്കി എനിക്ക് ശരിക്കും ഈ ഒരു ചട്ടിപ്പത്തിരി ഓർഡറിൽ ഒരു 1.5 മണിക്കാട്ടോ. പക്ഷെ ഞാൻ ഇപ്പോൾ ഇത് സെറ്റാക്കി വെക്കും. എന്നിട്ട് ഒരു 12:30 ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് മാത്രമാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതാ ചട്ടിപ്പത്തിരി ആയ സമയത്ത് പിന്നെ വൈകുന്നേരം ഒരു 5:30 മണിക്ക് ഒരു 30 കട്ട്ലേറ്റിൻ്റെ ഓർഡറുണ്ട്. അപ്പോൾ ഞാൻ അതും റെഡിയാക്കി വെക്കും. ഈ ഒരു 11:30ൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ ഓർഡർ ഇപ്പം ഞാനിത് വായിക്കുന്നതിൻ്റെ ഇടയിൽ അവർ വന്ന് കൊണ്ടുപോയി. അപ്പം ഇനി ചട്ടിപ്പത്തിരിക്കുള്ളത് ഞാൻ അവിടെ ചട്ടിപ്പത്തിരി അവിടെ ആക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഇതാ കട്ട്ലേറ്റിനുള്ളതാണ്, 30 കട്ട്ലേറ്റിനുള്ളതാണ്. ഞാൻ ഇതൊന്നും കാണിക്കാത്ത ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടതുകൊണ്ടാട്ടോ. അപ്പോൾ ഇതാ മസാല, ഇതിലേക്കുള്ള മസാല ആയിട്ടുണ്ട്. അപ്പോൾ 11:30 മണിയായപ്പോൾ ഏകദേശം ചട്ടിപ്പത്തിരിൻ്റെ പാത്രത്തിലാക്കി വെച്ചതാണ്. ഏകദേശം എൻ്റെ ഒരു പണി കഴിഞ്ഞു. ഇനി ഒരു 12:30 നിസ്കാരമൊക്കെ കഴിഞ്ഞ് 12:30-12:45 ജസ്റ്റ് ഒന്ന് ഇറങ്ങും. കാരണം ഇന്നിപ്പം കറി മാത്രമേ ഉള്ളൂ. പപ്പടവും കാര്യങ്ങളും ഒക്കെ പൊരിക്കാനാണ്. പപ്പടും മുട്ട ഒക്കെ പൊരിക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനുള്ളതൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതാ ഒരു 12:45 പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. കുളിയും കാര്യങ്ങളും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് 12:30 വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് എപ്പോഴും പപ്പടം പൊരിക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും ഒക്കെ പൊരിക്കാറുള്ളൂ. അപ്പോൾ പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ നമ്മൾ ബീഫ് ഇങ്ങനെ വെന്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിലിട്ട് കാണ്ട് ഒന്ന് എന്താ പറയുക, ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. കായം രൂപത്തിലാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി അതിലേക്ക് ഞാൻ ഫൈനലി ആയിട്ട് നമ്മൾ ഉള്ളി ഉണ്ടല്ലോ, പച്ച ഉള്ളി ഉണ്ടല്ലോ, അതും കൂടി ഒന്നൊരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പച്ചുള്ളി കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. ഇനി ഒരു മുട്ടയും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. ഇന്നിപ്പം ഇങ്ങനെ ചെറിയൊരു തട്ടിക്കൂട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ ആയ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു മുട്ടയും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മക്കൾക്ക് ചോറ് വാരി കൊടുക്കണം. അപ്പോഴേക്കും ഞാൻ ഈ ചോറ് കൊടുക്കുന്ന സമയത്ത് ആ 3 ചട്ടിപ്പത്തിരി ഞാൻ ഗ്യാസിന്മേൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെയും മക്കളും ചോറ് കയ്യിലൊക്കെ കഴിയുമ്പോഴത്തേന് ചട്ടിപ്പത്തിരി ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ പപ്പടും മുട്ടയും ബോട്ടിയൊക്കെ കൂട്ടി നല്ലൊരു ചോറ് കൊണ്ടിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ കഴിച്ച് വന്ന് ഞാൻ മറിച്ചിടണമെന്ന് വീഡിയോ ഇട്ടിട്ടില്ല. അതൊക്കെ നിങ്ങൾ കണ്ട് മടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചതുകൊണ്ടാണ്. അപ്പോൾ 3 ചട്ടിപ്പത്തിരി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആൾ വന്നിട്ടുണ്ട്, അവർക്ക് ഇനി ഇത് കൊടുക്കണം. അപ്പം ഇത് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അടുക്കളേൻ്റെ. അപ്പം ഇവിടെ നിന്നാട്ടോ ഭക്ഷണം കഴിക്കാറ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ആ പൊരിക്കാനുള്ള ഞാൻ കഴുകിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വൈകുന്നേരം പൊരിക്കാനുണ്ട്. അപ്പോൾ കഴുകി കഴിഞ്ഞ് അതിലുള്ള വെള്ളം പോയിട്ടില്ലെങ്കിൽ കട്ട്ലേറ്റ് ഇടുന്ന സമയത്ത് പൊട്ടിത്തെറിക്കും ആ നെറ്റുമേൽ തട്ടിയിട്ട്. അപ്പോൾ അതാ സാധനങ്ങളും ചട്ടിപ്പത്തിൻ്റെ പാത്രമൊക്കെ കഴുകി വെച്ച് ഒക്കെ ഫിനിഷിങ് പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ ഒരു 30-35 കട്ട്ലേറ്റിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ആക്കി വെക്കും. ബാക്കി പിന്നെ വൈകുന്നേരം സാവകാശം ഉണ്ടാക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഇതാണ് എൻ്റെ ചെറിയൊരു വ്ളോഗ് വീഡിയോ. എൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.